സർക്കാർ VC പോരിൽ നിലപാട് കടുപ്പിച്ച് കേരള VC. രജിസ്ട്രാർ ഡോക്ടർ കെ അനിൽകുമാർ യോഗത്തിൽ പങ്കെടുത്തതിൽ പ്രതിഷേധിച്ച് PM ഉഷ പദ്ധതിയുടെ യോഗം പകുതി വഴിക്ക് നിർത്തിപ്പോയി. രജിസ്ട്രാർ യോഗത്തിൽ പങ്കെടുക്കരുതെന്ന് VC പറഞ്ഞെങ്കിലും ഡോക്ടർ അനിൽകുമാർ തുടർന്നതോടെയാണ് നടപടി. 100 കോടി രൂപ സർവകലാശാലയ്ക്ക് ലഭിക്കേണ്ട പദ്ധതിയെക്കുറിച്ചായിരുന്നു യോഗം. വിജിൻ വായന്തോട് ചേരുന്നു. വിജിൻ, എന്താണ് യോഗത്തിൽ സംഭവിച്ചത്? തന്നെ കേരള സർവകലാശാലയിലെ നാടകീയമായ നീക്കങ്ങൾക്ക് ഒരറുതിയുമില്ലാതെ അത് തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇന്ന് ഏറ്റവും അവസാനം PM ഉഷ പദ്ധതിയുമായി ബന്ധപ്പെട്ട് VC വിളിച്ച യോഗത്തിൽ ഉണ്ടായത്. ഓൺലൈനായാണ് യോഗം ചേർന്നത്. ഇതിലാണ് രജിസ്ട്രാർ കെ അനിൽകുമാർ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള തർക്കം ഉണ്ടായത്. വൈസ് ചാൻസലറും ഒപ്പം തന്നെ സിൻഡിക്കേറ്റ് അംഗങ്ങളും തമ്മിൽ നേരിട്ടുള്ള വാക്കേറ്റം ഈ ഓൺലൈൻ യോഗത്തിൽ ഉണ്ടായി. ഇതിനെ തുടർന്നാണ് രജിസ്ട്രാർ കെ അനിൽകുമാർ യോഗത്തിൽ നിന്ന് മാറി നിൽക്കണമെന്ന ആവശ്യം VC ഉന്നയിച്ചത്. അത് അംഗീകരിക്കാതെ കെ അനിൽകുമാർ യോഗത്തിൽ തുടരുകയും ചെയ്തു. ഇതിനിടയിലാണ് യോഗം പിരിച്ചുവിട്ട് VC ഇറങ്ങിപ്പോയത്. എന്തായാലും നാടകീയ നീക്കങ്ങൾ തന്നെയാണ് അതിന് തൊട്ട് മുമ്പും സർവകലാശാലയിൽ നടന്നത്. സിൻഡിക്കേറ്റ് അംഗങ്ങൾ നേരിട്ട് ജീവനക്കാരോട് ഫയലുകളെല്ലാം കെ അനിൽകുമാറിന് തന്നെ നൽകണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചു. അതിനിടെ BJP കോൺഗ്രസ് ജീവനക്കാർ, അനുകൂല ജീവനക്കാർ, അവർ സിൻഡിക്കേറ്റ് ഹാളിലേക്ക് കടന്നു ചെല്ലുകയും അവിടെ സിൻഡിക്കേറ്റ് അംഗങ്ങളുമായി വാക്കുതർക്കം ഉണ്ടാവുകയും ഒക്കെ ചെയ്തു. അങ്ങനെ അവർ തമ്മിലുള്ള വാക്ക് തർക്കം ഒരു ഭാഗത്ത് നിൽക്കുന്നതിനിടയിലാണ് ഈ ഓൺലൈൻ യോഗത്തിൽ നിന്നും VC ഇറങ്ങിപ്പോയി എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നത്. എന്നാലും നേരത്തെ സിൻഡിക്കേറ്റ് തീരുമാനം മറികടന്ന് വൈസ് ചാൻസലർ കെ അനിൽകുമാറിനെ സർവകലാശാലയ്ക്ക് അകത്ത് കയറ്റരുത് എന്ന് സുരക്ഷാ ജീവനക്കാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. അത് പാലിക്കപ്പെടാത്ത സാഹചര്യത്തിൽ പോലീസിനോടും ഇക്കാര്യം ഈ കെ അനിൽകുമാറിനെ സർവകലാശാലയിൽ പ്രവേശിപ്പിക്കരുത് എന്നാവശ്യപ്പെട്ട് പോലീസിനും കത്ത് നൽകിയിരുന്നു. പക്ഷേ ഇതും ഇന്ന് നടപ്പിലായില്ല. കെ അനിൽകുമാർ സർവകലാശാലയിൽ എത്തുകയും പക്ഷേ കൂടുതൽ നേരം ഇരിക്കാതെ അദ്ദേഹം മറ്റ് പല യോഗങ്ങളും ഉണ്ട് എന്ന് അറിയിച്ചുകൊണ്ട് പോവുകയാണ് ഉണ്ടായത്. ഇങ്ങനെ VC സിൻഡിക്കേറ്റ് പോരും ഒപ്പം തന്നെ രജിസ്ട്രാർ പോരും കടുക്കുകയാണ് സർവകലാശാലയിൽ. ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവാതെ ഇരു കൂട്ടരും നിലയുറപ്പിച്ചതോടെയാണ് വലിയ തരത്തിലുള്ള പ്രതിസന്ധി സർവകലാശാലയിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നിലവിൽ രജിസ്ട്രാർ നൽകിയ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് ഉള്ളത്. കഴിഞ്ഞ ദിവസം പരിഗണിച്ചപ്പോൾ വൈസ് ചാൻസലറോടും ഒപ്പം തന്നെ സർവകലാശാലയോടും പ്രത്യേകമായിട്ടുള്ള സത്യവാങ്മൂലം നൽകണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു. ഇതിൽ സർവകലാശാല സ്റ്റാൻഡിംഗ് കൗൺസിൽ ആയിരിക്കും സിൻഡിക്കേറ്റിനായി അവരുടെ വാദങ്ങൾ അറിയിക്കുക, സത്യവാങ്മൂലം നൽകുക. പ്രത്യേകം അഭിഭാഷകനെ വെച്ചായിരിക്കും VC ഇക്കാര്യത്തിലുള്ള ഒരു മറുപടി വിശദീകരണം ഒക്കെ നൽകുക. എന്തായാലും നിയമ പോരാട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ സർവകലാശാലയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഒരു മാസത്തിന് മുകളിലായി വലിയ തരത്തിലുള്ള അധികാര തർക്കവും ഒപ്പം തന്നെ പ്രതിസന്ധിയും ഇപ്പോഴും സർവകലാശാലയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ധന്യ.